മുള്ളംകൊല്ലി പുൽപ്പള്ളി മേഖലകളിൽ 2 മാസമായി വളർത്തുമൃഗങ്ങളെ വേട്ടയാടിയ കടുവയാണ് ഇന്ന് രാവിലെ കൂട്ടിലായത്. 4 സ്ഥലത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. അതിൽ ഈ മുള്ളംകൊല്ലി ടൗണിന് വളരെ അടുത്ത വനമൂലിക എന്ന കാർഷിക സംസ്കരണ ഫാക്ടറിയുടെ ഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കടുവയെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് ഈ കുപ്പാടി വനമേഖലയിലുള്ള ഹോസ്പൈസിലേക്കാണ്. ഇത് കടുവകളെ പരിചരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് വനംവകുപ്പിൻ്റെ. ഇവിടെ ഇപ്പോൾ 6 or 7 കടുവകൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ ഇവിടെ സംരക്ഷിക്കാൻ കഴിയുമോ എന്ന കാര്യം വ്യക്തതയില്ല. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം അല്പസമയത്തിനകം ഈ കടുവയെ പരിശോധിച്ച ശേഷം വ്യക്തമാക്കാമെന്നാണ് വനംവകുപ്പ് വെറ്ററിനറി സർജനും അതുപോലെ സൗത്ത് വയനാട് DFOയും അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 10 മണിയോടുകൂടിയാണ് കടുവ കുടുങ്ങിയത് സ്ഥിരീകരിച്ചത്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം ഡോക്ടർ റിപ്പോർട്ടോടക്കം നമ്മൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. മുള്ളംകൊല്ലിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിനിടെയൊക്കെ ഈ കടുവ ആക്രമിച്ച പശുവിൻ്റെ ജഡവുമായൊക്കെയാണ് ആളുകൾ പ്രതിഷേധിക്കാൻ എത്തിയിരുന്നത്. ആ പ്രദേശത്ത് ആ ഭീതി വരുത്തിയ കടുവ തന്നെയാണ് ഇപ്പോൾ എന്തായാലും കൂട്ടിലായിരിക്കുന്നത് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കടുവയുടെ ഐഡന്റിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടായിരിക്കും വനംവകുപ്പ് വെളിപ്പെടുത്തുക. എന്തായാലും തൽക്കാലം കടുവയെ ഈ പുൽപ്പള്ളിയിൽ കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു.